പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു. യുദ്ധസമാനമായ പശ്ചിമേഷ്യയിലേക്ക് ഇറാന്റെ സൈന്യം നീങ്ങിത്തുടങ്ങിയതായി ഇസ്രയേൽ പറയുന്നു. സിറിയയിലേക്കാണ് ഇറാന്റെ സൈന്യം എത്തുന്നത്. ബാഷർ അസദിനെ പിന്തുണയ്ക്കുന്ന ഇറാന്റെ സൈന്യം സിറിയയിലേക്ക് എത്തുന്നതിനെ നിരീക്ഷിച്ചു വരികയാണ് എന്ന് ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് റിയർ അഡ്മിറൽ എം ഡാനിയൽ ഹഗാരി പറയുന്നു. അദ്ദേഹം പറയുന്നത്, സിറിയയിൽ എത്തുന്ന ഇറാനിയൻ സൈനികർ തങ്ങൾക്ക് നേരെ, അതായത് ഹിസ്ബുള്ളയോ മറ്റോ സഹായിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ തിരിയാൻ അനുവദിക്കില്ല. തങ്ങളത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയ്ക്കോ ഇല്ലെങ്കിൽ ലെബനനിലെ മറ്റേതെങ്കിലും സംഘടനകൾക്കോ ആയുധങ്ങളോ മറ്റോ ഇറാൻ ഇതിൻ്റെ മറവിൽ, അതായത് സിറിയയെ സഹായിക്കാൻ വരുന്നതിൻ്റെ മറവിൽ നൽകാൻ ശ്രമിച്ചാൽ അതിന് വലിയ തിരിച്ചടി നൽകേണ്ടി വരും എന്നുകൂടി ഇസ്രയേൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇറാൻ്റെ സഖ്യകക്ഷിയാണ് സിറിയ, റഷ്യയുടെയും സഖ്യകക്ഷിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റഷ്യ കനത്ത വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ ഇറാൻ്റെ സൈന്യം സിറിയയിൽ അവിടുത്തെ ഭരണം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, അതായത് അസദിൻ്റെ ഭരണം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിറിയയിലേക്ക് നീങ്ങുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഇസ്രയേലിൻ്റെ തൊട്ടടുത്ത് ഇറാൻ സേന എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വാർത്തയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.